Hi everyone, I'm Shamir. Welcome back. Learn English through reading newspaper. Reading newspapers will help you in your English learning journey. Reading newspapers really important for improving your English speaking skills. Please watch the video till the end. Definitely this video will help you to learn English. If my call hadn't gone through. If എങ്കിൽ my call hadn't gone through. Go through എന്നതിൻ്റെ മൂന്നാമത്തെ രൂപമാണ് gone through. ഗോ ത്രൂ എന്നാൽ ഇവിടെ അർത്ഥം കടന്നു പോകുക എന്നുള്ള അർത്ഥമാണ്. ഇഫ് മൈ കോൾ ഹാഡിൻറ്റ് ഗോൺ ത്രൂ, എൻ്റെ കോൾ, എൻ്റെ ഫോൺ വിളി കടന്നു പോയിട്ടില്ലായിരുന്നെങ്കിൽ. കേരള സ്റ്റുഡൻറ്റ്, കേരളത്തിൽ നിന്നുള്ള ഒരു വിദ്യാർത്ഥി. റിക്കൗണ്ട് എന്നുള്ള അർത്ഥം സംഭവങ്ങൾ വിവരിക്കുക എന്നുള്ള അർത്ഥമാണ്, എടുത്തു പറയുക. ഹൊറർ നൈറ്റ്, ഹൊറർ എന്നാൽ ഭയപ്പെടുത്തുന്ന രാത്രി. ആ രാത്രി എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങൾ കേരളത്തിലെ ഒരു വിദ്യാർത്ഥി ഓർമ്മിക്കുന്നു, വിവരിച്ചു പറയുന്നു. സ്ട്രാൻഡഡ് ഇൻ ലക്ഷദ്വീപ് സീ എന്നാൽ കടൽ. സ്ട്രാൻഡ് എന്നാൽ അർത്ഥം ബുദ്ധിമുട്ടുള്ള സ്ഥലത്ത് പെട്ടുപോകുക എന്നുള്ള അർത്ഥമാണ്. വിഷമ സ്ഥലത്ത് പെട്ടുപോകുക, എന്തെങ്കിലും അപകടമുള്ള ഒരു സ്ഥലത്ത് അകപ്പെട്ടു പോവുക, അതാണ് അർത്ഥം. നിസ്സഹായാവസ്ഥയിൽ പെട്ടുപോകുക. കേരളത്തിൽ നിന്നുള്ള ഒരു വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥിയുടെ അനുഭവങ്ങൾ പറയുന്നു. എന്താണ് അനുഭവം? ലക്ഷദ്വീപ് കടലിൽ രാത്രി അകപ്പെട്ടു പോയി. ആ ഭയപ്പെടുത്തുന്ന സംഭവം ആ വിദ്യാർത്ഥി വിവരിക്കുന്നു. ആ വിദ്യാർത്ഥി പറയുന്നു, എൻ്റെ കോൾ കടന്നു പോയിട്ടില്ലായിരുന്നെങ്കിൽ. ഇതാണ് തലക്കെട്ട്. തീർച്ചയായും ഈ വാർത്തയിൽ നിന്ന് നിങ്ങൾക്ക് പുതിയ വാക്കുകളോ പുതിയ പ്രയോഗങ്ങളോ പഠിക്കാനായിട്ട് സാധിച്ചേക്കും. ഇഫ് ദ മൊബൈൽ ഫ്ലാഷ് ലൈറ്റ് ഹാഡ് നോട്ട് വർക്ക്ഡ്. മൊബൈലിൻ്റെ ഫ്ലാഷ് ലൈറ്റ് പ്രവർത്തിച്ചിട്ടില്ലായിരുന്നെങ്കിൽ. ഇഫ് എന്നാൽ എങ്കിൽ. ഇഫ് ദ മൊബൈൽ ഫ്ലാഷ് ലൈറ്റ് ഹാഡ് നോട്ട് വർക്ക്ഡ്, മൊബൈലിൻ്റെ ഫ്ലാഷ് ലൈറ്റ് പ്രവർത്തിച്ചിട്ടില്ലായിരുന്നെങ്കിൽ. ഇൻ ദ ഡാർക്ക്നെസ് ഓഫ് ദ സീ, കടലിൻ്റെ ഇരുട്ടിൽ അത് പ്രവർത്തിച്ചിട്ടില്ലായിരുന്നെങ്കിൽ. ഇഫ് ദ കോൾ ഹാഡ് നോട്ട് ഗോൺ ത്രൂ ടു ബേപ്പൂർ, ബേപ്പൂരിലേക്ക് എൻ്റെ കോള് പോയിട്ടില്ലായിരുന്നെങ്കിൽ. മേ ബി, ഒരു പക്ഷേ. ഐ വുഡ് നോട്ട് ബി അലൈവ് ടുഡേ, അലൈവ് എന്നാൽ ജീവനോടെ ഇരിക്കുക. ഒരു പക്ഷേ ഞാൻ ഇന്ന് ജീവിച്ചിരിക്കുകയില്ലായിരുന്നു, ഒരു പക്ഷേ ഞാൻ ജീവനോടെ ഉണ്ടാകുമായിരുന്നില്ല, എൻ്റെ മൊബൈലിൻ്റെ ഫ്ലാഷ് ലൈറ്റ് പ്രവർത്തിച്ചിട്ടില്ലായിരുന്നെങ്കിൽ. അതുപോലെ എൻ്റെ കോള് വിളി ബേപ്പൂരിലേക്ക് പോയിട്ടും ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ ഇന്ന് ജീവിച്ചിരിക്കുമായിരുന്നില്ല. ദോസ്, അവകൾ, മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ. ദോസ് വേർ ദ വേർഡ്സ് ഓഫ് ഷിഫാന സാലിം. ഷിഫാന സാലിം എന്നു പേരുള്ള ഈ കുട്ടിയുടെ വാക്കുകളാണ് മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. എ നേറ്റീവ് ഓഫ് രാമപുരം ഇൻ കേരളാസ് മലപ്പുറം ഡിസ്ട്രിക്റ്റ്. മലപ്പുറം ജില്ലയിൽ നിന്നുള്ള, കേരളത്തിലെ മലപ്പുറം ജില്ലയിൽ നിന്നും രാമപുരത്തുള്ള സ്വദേശിയാണ് ഈ കുട്ടി. നേറ്റീവ് എന്നാൽ സ്വദേശി. ആസ് ഷി റിക്കോൾഡ് എ ടെറിഫൈങ് എക്സ്പീരിയൻസ് ഇൻ ദ വാട്ടേഴ്സ് ഓഫ് ലക്ഷദ്വീപ്. റിക്കോൾ എന്നാൽ ഓർമ്മിക്കുക എന്നുള്ള അർത്ഥമാണ്. ഇൻ ദ വാട്ടേഴ്സ് എന്നാൽ ജലത്തിൽ, വെള്ളത്തിൽ. ലക്ഷദ്വീപിൽ കടൽ വെള്ളത്തിൽ ഈ കുട്ടി അകപ്പെട്ടു പോയി. ടെറിഫൈങ് എക്സ്പീരിയൻസ്, ടെറിഫൈങ് എന്നാൽ ഭയപ്പെടുത്തുന്ന ആ അനുഭവം ആ കുട്ടി ഓർമ്മിച്ചപ്പോഴാണ്, ഓർത്ത് പറഞ്ഞപ്പോഴുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. വേർ, അവിടെ. ഷീ ആൻഡ് എ ഗ്രൂപ്പ് ഓഫ് ടൂറിസ്റ്റ് നാരോലി എസ്കേപ്ഡ് ഡെത്ത്. നാരോലി എന്നുള്ള അർത്ഥം കഷ്ടിച്ച് എന്നുള്ള അർത്ഥമാണ്. കഷ്ടിച്ച് രക്ഷപ്പെട്ടു, അതാണ് അർത്ഥം. നാരോലി എസ്കേപ്ഡ് ഡെത്ത്, മരണത്തിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെട്ടു. വാട്ടേഴ്സ് ഓഫ് ലക്ഷദ്വീപ് എന്നാൽ ലക്ഷദ്വീപിന് സമീപമുള്ള കടൽ പ്രദേശം, ഇതാണ് അർത്ഥം. റിക്കോൾഡ് എ ടെറിഫൈങ് എക്സ്പീരിയൻസ്, ഭയാനകമായ ഒരു അനുഭവം ഓർമ്മിച്ചു പറഞ്ഞു. കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ രാമപുരം സ്വദേശിനിയായ ഷിഫാന സലീമിൻ്റെ വാക്കുകളാണിത്. ലക്ഷദ്വീപിന് സമീപമുള്ള കടലിൽ താനും ഒരു കൂട്ടം വിനോദസഞ്ചാരികളും മരണത്തിൽ നിന്നും തലനാരിയക്ക് രക്ഷപ്പെട്ടു. ആ ഭയാനകമായ സംഭവം ഓർമ്മിച്ചു പറഞ്ഞ കാര്യങ്ങളാണിതൊക്കെ. സ്പീക്കിംഗ് ഇൻ ദ ബാക്ക് ഡ്രോപ്പ് ഓഫ്. ബാക്ക് ഡ്രോപ്പ് എന്നാൽ അർത്ഥം പശ്ചാത്തലം എന്നുള്ള അർത്ഥം. ഡ്രോപ്പ് ഓഫ് ദി ഇൻസിഡൻറ്റ് എന്നാൽ സംഭവത്തിൻ്റെ പശ്ചാത്തലം.
സ്പീക്കിംഗ് ഇൻ ദ ബാക്ക് ഡ്രോപ്പ് ഓഫ് സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ സംസാരിക്കവേ എന്ത് സംഭവമാണ്? ഡ്രൗണിംഗ് ഡെത്ത് ഓഫ് ഇന്ത്യൻ എയർഫോഴ്സ് വിംഗ് കമാൻഡർ ആർ ശ്രീരാജ് അറ്റ് ബങ്കരം ഐലൻഡ്. ബങ്കരം ദ്വീപിൽ ഇന്ത്യൻ വ്യോമസേനയുടെ വിംഗ് കമാൻഡർ ആർ ശ്രീരാജ് അടുത്തിടെ മുങ്ങി മരിച്ച സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ സംസാരിക്കവേ ഷിഫാന ഓർമ്മിച്ചുകൊണ്ട് പറഞ്ഞു. എങ്ങനെയാണ് ഷീ ആൻഡ് അതേഴ്സ് അവളും മറ്റുള്ളവരും were stranded in the sea during a tourism activity earlier this year. ടൂറിസം ആക്ടിവിറ്റി എന്നാൽ വിനോദസഞ്ചാര പ്രവർത്തനം. ഏർലിയർ ദിസ് ഇയർ എന്നാൽ ഈ വർഷത്തിൻ്റെ ആദ്യത്തിൽ. സ്ട്രാൻഡ് എന്നാൽ അകപ്പെട്ടു പോകുക. ഡ്യൂറിങ് എന്നാൽ അതിനിടയിൽ. ഈ വർഷത്തിൻ്റെ ആദ്യത്തിൽ നടന്ന ഒരു ടൂറിസം പ്രവർത്തനത്തിനിടെ താനും മറ്റുള്ളവരും എങ്ങനെ കടലിൽ അകപ്പെട്ടു പോയി എന്ന് ഷിഫാന വിവരിച്ചു. ഇദ്ദേഹം മരിച്ച സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ സംസാരിക്കവേ ഷിഫാന എൻ MSc സൈക്കോളജി സ്റ്റുഡൻറ്റ് അറ്റ് എ സെൻറ്റർ ഇൻ കോഴിക്കോട് വെള്ളിമാടുകുന്ന്. കോഴിക്കോട്ടെ വെള്ളിമാടുകുന്നിലെ ഒരു കേന്ദ്രത്തിൽ MSc സൈക്കോളജി പഠിക്കുന്ന വിദ്യാർത്ഥിയായ ഷിഫാന ഹാഡ് ട്രാവൽഡ് യാത്ര പോയതായിരുന്നു ടു ലക്ഷദ്വീപ് ഓൺ ഏപ്രിൽ 8 ലക്ഷദ്വീപിലേക്ക് പോയതായിരുന്നു. അലോങ് വിത്ത് 15 അതർ സ്റ്റുഡൻസ്. അലോങ് വിത്ത് എന്നാൽ കൂടെ എന്നുള്ള അർത്ഥമാണ്. അലോങ് വിത്ത് 15 അതർ സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ് മറ്റുള്ള 15 വിദ്യാർത്ഥികളും അധ്യാപകരും അടങ്ങുന്ന സംഘം അവരോടൊപ്പം പോയതായിരുന്നു. ആസ് പാർട്ട് ഓഫ് ദെയർ സ്റ്റഡി ടൂർ അവരുടെ പഠനയാത്രയുടെ ഭാഗമായിട്ട് പോയതായിരുന്നു. ദ ഗ്രൂപ്പ് വാസ് സ്റ്റേയിങ് ഓൺ അഗത്തി ഐലൻഡ്. അഗത്തി ഐലൻഡിലായിരുന്നു ആ സംഘം താമസിച്ചിരുന്നത്. ഓൺ ദ നൈറ്റ് ഓഫ് ഏപ്രിൽ 11 രാത്രി അറൗണ്ട് 7 PM ഏകദേശം രാത്രി 7 മണിക്ക് ഷിഫാന ആൻഡ് എ ഫ്യൂ അതേഴ്സ് ഷിഫാനയും മറ്റു കുറച്ചു പേരും ജോയിൻഡ് എ ഫിഷ് ഹണ്ടിങ് ട്രിപ്പ്. ഇതിനർത്ഥം മത്സ്യബന്ധന യാത്രയിൽ പങ്കെടുത്തു എന്നുള്ള അർത്ഥം. ഇൻക്ലൂഡഡ് ഇൻ ദയർ ടൂർ പാക്കേജ് അവരുടെ ടൂർ പാക്കേജിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഈ മത്സ്യബന്ധന യാത്രയിൽ ഷിഫാനയും മറ്റു കുറച്ചു പേരും ചേർന്നു പങ്കെടുത്തു. എ സ്മോൾ ബോട്ട് ഒരു ചെറിയ ബോട്ട് അറൈവ്ഡ് എത്തി ടു ടേക്ക് ദം ഇൻ ടു ദ സീ അവരെ കടലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ബോട്ട് എത്തി. അക്കോർഡിംഗ് ടു ഷിഫാന പറയുന്ന വിവരമനുസരിച്ച് ദ ബോട്ട് വാസ് ഡിസൈൻഡ് ടു ക്യാരി ഓൺലി 7 പീപ്പിൾ. ഡിസൈൻ എന്നാൽ രൂപപ്പെടുത്തുക. ഈ ബോട്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് 7 ആളുകളെ മാത്രം കൊണ്ടുപോകാനുള്ള ബോട്ടാണ്. അത്തരത്തിലാണ് ആ ബോട്ട് ആസൂത്രണം ചെയ്യപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ഇറ്റ് വാസ് ക്യാരിയിങ് ആ ബോട്ട് വഹിച്ചു കൊണ്ടുപോവുകയായിരുന്നു 10 ടൂറിസ്റ്റുകളെ ഇൻ അഡീഷൻ ടു 2 ബോട്ട് ഓപ്പറേറ്റേഴ്സ് എന്നാൽ ബോട്ട് പ്രവർത്തിപ്പിക്കുന്ന ആളുകൾ. ഇൻ അഡീഷൻ ടു എന്നാൽ കൂടാതെ എന്നുള്ള അർത്ഥമാണ്. എന്നാൽ ഈ ബോട്ട് 10 ടൂറിസ്റ്റുകളെ കൊണ്ടുപോകുകയായിരുന്നു. ഈ ബോട്ട് പ്രവർത്തിപ്പിക്കുന്ന 2 പേരെ കൂടാതെ 10 പേരെ എന്നാൽ ഈ ബോട്ട് കൊണ്ടുപോകുകയായിരുന്നു. ആ ബോട്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് 7 പേരെ മാത്രം കൊണ്ടുപോകാൻ രൂപത്തിലാണ് ആ ബോട്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഷിഫാന പറയുന്ന കാര്യങ്ങളാണിതൊക്കെ. ഐ ആസ്ക്ഡ് ദം ഞാൻ അവരോട് ചോദിച്ചു. എങ്ങനെയാണ് സോ മെനി പീപ്പിൾ കുഡ് ട്രാവൽ ഇൻ സച്ച് എ സ്മോൾ ബോട്ട് ഇത്തരത്തിലുള്ള ഒരു ചെറിയ ബോട്ടിൽ എങ്ങനെയാണ് ഒരുപാട് ആളുകൾക്ക് യാത്ര ചെയ്യാൻ സാധിക്കുക എന്ന് ഞാൻ അവരോട് ചോദിച്ചു. അവൾ പറഞ്ഞു ദ 2 ബോയ്സ് ഓപ്പറേറ്റിംഗ് ദ ബോട്ട് ആ ബോട്ട് പ്രവർത്തിപ്പിക്കുന്ന 2 ആൺകുട്ടികൾ
ടോൾഡ് us ഞങ്ങളോട് പറഞ്ഞു. ഇറ്റ് വാസ് നോട്ട് എ പ്രോബ്ലം അതൊരു പ്രശ്നമുള്ള കാര്യമല്ല എന്ന് ആ ബോട്ട് പ്രവർത്തിപ്പിക്കുന്ന 2 ആൺകുട്ടികൾ ഞങ്ങളോട് പറഞ്ഞു. ആഫ്റ്റർ ട്രാവലിംഗ് യാത്ര ചെയ്തതിന് ശേഷം എറൗണ്ട് 2 to 3 കിലോമീറ്റേഴ്സ് ഏകദേശം 2-3 കിലോമീറ്ററുകൾ യാത്ര ചെയ്തതിന് ശേഷം ഇൻ ടു ഡീപ്പർ വാട്ടേഴ്സ് ആഴക്കടലിലേക്ക് 2-3 കിലോമീറ്ററുകൾ ഏകദേശം യാത്ര ചെയ്തതിന് ശേഷം അനദർ ബോട്ട് മറ്റൊരു ബോട്ട് അക്കമ്പനി എന്നുള്ള അർത്ഥം അനുഗമിക്കുക എന്നുള്ള അർത്ഥം, കൂടെ യാത്ര ചെയ്യുക, ഇതൊക്കെയാണ് അർത്ഥം. ദം എന്നാൽ അവരെ, അക്കമ്പനിയും ദം അവർക്കൊപ്പം ഉണ്ടായിരുന്ന, അവരോടൊപ്പം യാത്ര ചെയ്യുകയായിരുന്ന മറ്റൊരു ബോട്ട് റിപ്പോർട്ടഡ്ലി എന്നാൽ ലഭിച്ച വിവരപ്രകാരം എന്നുള്ള അർത്ഥമാണ്. റിപ്പോർട്ട് പറയുന്നതനുസരിച്ച് ബിഗാൻ ടേക്കിംഗ് ഇൻ വാട്ടർ ഇതിനർത്ഥം ബോട്ടിനുള്ളിലേക്ക് വെള്ളം കയറാൻ തുടങ്ങി എന്നുള്ള അർത്ഥം. അവരോടൊപ്പം യാത്ര ചെയ്യുകയായിരുന്ന മറ്റേ ബോട്ടിലേക്ക് വെള്ളം കയറാൻ തുടങ്ങി. ആൻഡ് സ്റ്റാർട്ടഡ് സിങ്ക് എന്നാൽ മുങ്ങുക എന്നുള്ള അർത്ഥമാണ്. അങ്ങനെ വെള്ളം കയറി ആ ബോട്ട് മുങ്ങാൻ തുടങ്ങി. ദ പാസഞ്ചേഴ്സ് യാത്രക്കാർ ഫ്രം ദാറ്റ് ബോട്ട് ദെൻ ക്ലൈംബ്ഡ് ഇൻ ടു ഷിഫാനാസ് ബോട്ട് ആ സമയത്ത് ആ ബോട്ട് മുങ്ങുന്ന സമയത്ത് ആ ബോട്ടിലെ യാത്രക്കാർ ഷിഫാന ഉള്ള ഈ ബോട്ടിലേക്ക് കയറി. ക്ലൈംബ് എന്നാൽ കയറുക. ക്ലൈംബ്ഡ് ഇൻ ടു ഷിഫാനാസ് ബോട്ട് എന്നാൽ ഷിഫാനയുടെ ബോട്ടിലേക്ക് കയറി. കോസിങ് ഇറ്റ് ടു ബിക്കം ഡേഞ്ചറസ്ലി ഓവർലോഡഡ് കോസിങ് ടു ബിക്കം എന്നാൽ അതിൻ്റെ ഫലമായി എന്നുള്ള അർത്ഥം. ഡേഞ്ചറസ്ലി ഓവർലോഡഡ് അപകടമായ രീതിയിൽ അമിതഭാരം കയറിയ എന്നുള്ള അർത്ഥമാണ്. ആ ബോട്ടിലുണ്ടായിരുന്ന യാത്രക്കാർ പിന്നീട് ഷിഫാനയുടെ ബോട്ടിലേക്ക് കയറി. അതിൻ്റെ ഫലമായി ബോട്ടിൽ അപകടപരമായ രീതിയിൽ അമിതഭാരം കയറി. ആസ് പാനിക് സ്പ്രെഡ് പാനിക് എന്നാൽ ഭയം, ഭീതി പടർന്നപ്പോൾ ദ 2 ബോട്ട് ഓപ്പറേറ്റേഴ്സ് ആ ബോട്ട് പ്രവർത്തിപ്പിക്കുന്ന 2 പേർ അലേജഡ്ലി ജംപ്ഡ് ഇൻ ടു ദ സീ അലേജഡ്ലി എന്നാൽ ആരോപിക്കപ്പെടുന്നത് എന്നുള്ള അർത്ഥം. അതായത് ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള കാര്യമാണ്. അലേജഡ്ലി ജംപ്ഡ് ഇൻ ടു ദ സീ അവർ കടലിലേക്ക് ചാടി. ആൻഡ് അബാൻഡൻ ദ ടൂറിസ്റ്റ്സ് അബാൻഡൻ എന്നാൽ ഉപേക്ഷിക്കുക എന്നുള്ള അർത്ഥമാണ്. അവരെ ഉപേക്ഷിച്ച് അവർ ആ ബോട്ട് പ്രവർത്തിപ്പിക്കുന്ന 2 പേർ കടലിലേക്ക് ചാടി. ഭീതി പടർന്ന സമയത്ത് ഷിഫാന പറഞ്ഞു. ദ ഗ്രൂപ്പ് വാസ് ലെഫ്റ്റ് ടെറിഫൈഡ് ഇൻ ദ ഡാർക്ക്നെസ് എന്നാൽ ഇരുട്ടിൽ. അഫ്രൈഡ് ദാറ്റ് ഈവൻ സ്ലൈറ്റ് മൂവ്മെൻറ്റ് എന്നാൽ ചലനം. സ്ലൈറ്റ് മൂവ്മെൻറ്റ് എന്നാൽ ചെറിയ അനക്കം, ചെറിയ ചലനം. കോസ് വാട്ടർ ടു എൻറ്റർ എന്നാൽ അർത്ഥം വെള്ളം അകത്ത് കയറാൻ കാരണമാകുക എന്നുള്ള അർത്ഥമാണ്. ദ ഓവർ ക്രൗഡഡ് ബോട്ട് ആളുകളാൽ നിറഞ്ഞിട്ടുള്ള അമിതഭാരമുള്ള ബോട്ട്. ലെഫ്റ്റ് ടെറിഫൈഡ് എന്നാൽ അതീവ പരിഭ്രാന്തിയിലായ എന്നുള്ള അർത്ഥമാണ്. ഓവർ ക്രൗഡഡ് എന്നാൽ അമിതമായ ഭാരമുള്ള എന്നുള്ള അർത്ഥം. അമിതമായി ആളുകൾ കയറിയിട്ടുള്ള ബോട്ടിൽ ചെറിയൊരു ചലനം ഉണ്ടായാൽ പോലും അകത്ത് വെള്ളം കയറുമെന്ന് ഭയന്ന് അവർ ഇരുട്ടിൽ അതീവ ഭീതിയിലായിരുന്നു. ഫോർച്ചുനേറ്റ്ലി ഭാഗ്യവശാൽ മൊബൈൽ നെറ്റ്വർക്ക് കവറേജ് വാസ് സ്റ്റിൽ അവൈലബിൾ എന്നാൽ ലഭ്യമാകുക. ഭാഗ്യവശാൽ മൊബൈൽ നെറ്റ്വർക്ക് കവറേജ് ലഭ്യമായിരുന്നു. ഷിഫാന സെർച്ച്ഡ് ഓൺലൈൻ ഫോർ എമർജൻസി കോൺടാക്റ്റ് നമ്പറുകൾ ഷിഫാന ഓൺലൈനിൽ സെർച്ച് ചെയ്തു. ആൻഡ് മാനേജ്ഡ് ടു ഫൈൻഡ് ദ നമ്പർ അങ്ങനെ നമ്പർ കണ്ടെത്തി. ഫൈൻഡ് എന്നാൽ കണ്ടെത്തുക, നമ്പർ കണ്ടെത്തി. ഓഫ് ദ ബേപ്പൂർ പോലീസ് സ്റ്റേഷൻ ഇൻ കേരളത്തിലെ ബേപ്പൂർ പോലീസ് സ്റ്റേഷനിലെ നമ്പർ ഓൺലൈനിലൂടെ ഷിഫാന തിരഞ്ഞ് കണ്ടെത്തി. എമർജൻസി നമ്പറുകൾ കണ്ടെത്തി. വി കോൾഡ് ആൻഡ് ഇൻഫോംഡ് ഞങ്ങൾ വിളിച്ച് അറിയിച്ചു ദം അവരെ. എബൌട്ട് വാട്ട് ഹാഡ് ഹാപ്പൻഡ് ഷീ സെഡ് ഷിഫാന പറഞ്ഞു ഞങ്ങൾ അവർക്ക് വിളിച്ച് അറിയിച്ചു എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്ന്, സംഭവിച്ച കാര്യം അറിയിച്ചു. പോലീസ് അറ്റ് ബേപ്പൂർ അലേർട്ടഡ് അതോറിറ്റീസ് അധികാരികളെ ബേപ്പൂർ പോലീസ് അറിയിച്ചു. ഇൻ അഗട്ടിയിലെ അധികാരികളെ അറിയിച്ചു. ആഫ്റ്റർ വിച്ച് അതിനെ തുടർന്ന്
എ റെസ്ക്യൂ ടീം, ഒരു റെസ്ക്യൂ ടീം, രക്ഷിക്കുന്ന സംഘം, ലെഡ് ബൈ ദ അഗട്ടി SHO, അഗട്ടി SHO നയിക്കുന്ന ഈ സംഘം, ആൻഡ് അതർ റെസ്ക്യൂവേഴ്സ്, മറ്റുള്ള രക്ഷിക്കുന്ന ആളുകളും, ഹെഡഡ് ഇൻ ടു ദ സീ, ഹെഡ് എന്നാൽ പോകുക, വരിക എന്നൊക്കെയുള്ള അർത്ഥം, കടലിലേക്ക് വന്നു, ടു സെർച്ച് ഫോർ ദ സ്ട്രാൻഡഡ് ടൂറിസ്റ്റ്സ്, അകപ്പെട്ടു പോയിട്ടുള്ള, സ്ട്രാൻഡഡ് എന്നാൽ അകപ്പെട്ട, കുടുങ്ങിപ്പോയിട്ടുള്ള ടൂറിസ്റ്റുകളെ തിരഞ്ഞ് അവർ വന്നു. ഫൈൻഡിങ് ദി ഗ്രൂപ്പ് ഇൻ ദ ഡാർക്ക്നെസ് പ്രൂവ്ഡ് ഡിഫിക്കൽട്ട്, അവരെ ഈ ഇരുട്ടിൽ അവരെ കണ്ടെത്തുക എന്നുള്ളത്, ഈ സംഘത്തെ കണ്ടെത്തുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഷിഫാന ആൻഡ് അതേഴ്സ്, ഷിഫാനയും മറ്റുള്ളവരും, ദെൻ സ്വിച്ച്ഡ് ഓൺ ദ ഫ്ലാഷ് ലൈറ്റ്, അവർ മൊബൈലിൻ്റെ ഫ്ലാഷ് ലൈറ്റ് ഓണാക്കി, ഫ്ലാഷ് ലൈറ്റ് ഫീച്ചർ ഓൺ ദിയർ മൊബൈൽ ഫോൺസ്, അവരുടെ മൊബൈൽ ഫോണുകളിലൂടെ ഉള്ള ഫ്ലാഷ് ലൈറ്റ് ഫീച്ചർ അവർ ഓൺ ചെയ്തു. ഹെൽപ്പിംഗ് റെസ്ക്യൂവേഴ്സ്, രക്ഷാ സംഘത്തെ സഹായിക്കുന്നു. ലൊക്കേറ്റ് ദം, അവരെ കണ്ടെത്താൻ, ലൊക്കേറ്റ് എന്നാൽ കണ്ടെത്തുക, അവരെ കണ്ടെത്താൻ അത് സഹായിക്കുന്നു. ആൻഡ് ബ്രിങ് ദം സേഫ്ലി ബാക്ക് ടു ഷോർ, ഷോർ എന്നാൽ തീരം എന്നുള്ള അർത്ഥമാണ്. സേഫ്ലി എന്നാൽ അവരെ തിരിച്ച് തീരത്തിലേക്ക് കൊണ്ടുവന്നു, അവരെ കണ്ടെത്താൻ സഹായിച്ചു. മൊബൈൽ ഫ്ലാഷ് ലൈറ്റുകൾ, അങ്ങനെ അവരെ രക്ഷപ്പെടുത്തുന്ന സംഘം അവരെ തീരത്തേക്ക് സുരക്ഷിതമായി കൊണ്ടുവന്നു. ബ്രിങ് എന്നാൽ കൊണ്ടുവരിക. ഫോളോവിങ് ദി ഇൻസിഡൻറ്റ്, ഇൻസിഡൻറ്റ് എന്നാൽ സംഭവം. ഈ സംഭവവുമായി ബന്ധപ്പെട്ട്, ഈ സംഭവത്തെ തുടർന്ന് അഗത്തി പോലീസ് രജിസ്റ്റർ ചെയ്തു ഒരു കേസ് രജിസ്റ്റർ ചെയ്തു അഗെയിൻസ്റ്റ്, എതിരായിട്ട്, എറൗണ്ട് 35 പീപ്പിൾ, ഏകദേശം 35 പേർക്ക് എതിരായിട്ട് അഗത്തി പോലീസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്തു. ഇൻക്ലൂഡിംഗ് ബോട്ട് ഓണേഴ്സ്, ബോട്ടിൻ്റെ ഉടമസ്ഥരടക്കം ഇതിൽ ഉണ്ട്, ഈ കേസിൽ അകപ്പെട്ടിട്ടുണ്ട്. ട്രാവൽ ഏജൻസി പേഴ്സണൽ ആൻഡ് ടൂർ ഗൈഡുകളും ട്രാവൽ ഏജൻസിയിലെ ആളുകളും അതുപോലെ ബോട്ടിൻ്റെ ഉടമസ്ഥരും അടക്കം 35 ആളുകൾക്കെതിരെ അഗത്തി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു.